നമ്മളാണോ? നമ്മളാ? ആടാ 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 വണ്ടി ഏതാ ഹെലി നോക്ക് മറച്ചിട്ടേക്കുന്ന എന്നോടെ കൊണ്ടുപോണേ. ഇതെങ്ങനെ നോക്കാൻ പറ്റുമോ? തള്ളി നോക്കാൻ പറ്റുമോ? നോക്കാൻ ചന്ദ്ര ഇവിടെ നിന്ന് തള്ളു. ഈ ലീഫിൽ നിന്ന് ഞാൻ ബാക്കിൽ ഇത് റോബറി കൊണ്ടുണ്ട്. എന്താ കൊണയോ? ഹലോ നൈപ്പേ ചത്തോണ്ടാ നമ്മള് വന്നിട്ട് ഓൾറെഡി ആള് കുറവാണ്. നീല നീല എടാ 6077 വണ്ടിയില്ല വണ്ടിയില്ല വണ്ടിയില്ല. വണ്ടി വെട്ടി വെട്ടി വാ. അടിച്ചാ എടാ നമ്മുടെ ഇതിന്റെ ബാക്കിലുള്ള ഇതല്ലേ? നമ്മുടെ ഇതിന്റെ ബാക്കിലുള്ള ഇതല്ലേ? ബാക്കപ്പ് ഇപ്പൊ വരും. എടാ ഒരാളുണ്ടേ. നിന്റെ വണ്ടി എടുത്ത് മാറ്റിയടാ. എടാ വെളിയിലൊന്നും നിന്നേടാ. വെളിയിൽ കൊണ്ട് കുത്തി നമ്മൾ ദൂരം മാറി. എടാ ബ്ലാക്ക് മാർക്കറ്റ് മറ്റേ ടണൽ അഹങ്കാരല്ലടാ. വലിയ കണല്ലേ അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കട്ടാനൊക്കെ. എവിടാ കോണേ കളിയും ചത്താടാ നീ? കൊറങ്ക് ബോയ് അതെങ്ങനെ അത് എങ്ങനെ വന്നാലും ഇനി സിറ്റുവേഷൻ അതെങ്ങനെ വന്നാലും ഇനി സിറ്റുവേഷൻ ആവേ. ഒരു കാര്യം ചെയ്യാം. അമ്മമാര് വെടിയിച്ചല്ലോ. അപ്പൊ അവര് കണ്ട് കോള് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. എടാ സംസാരിക്കാം. വെയിറ്റ് സംസാരിക്കാം. സത്തറ മാർക്കിടുന്നുണ്ട്. പോടാ വീഡിയോ ചെയ്തോണ്ടേ. ഞാൻ പറയാ വണ്ടി നമ്മളാണ്. അടിക്കല്ലേ. ഒരു വണ്ടി കൂടെ വരുന്നുണ്ട്. മാർക്ക് നോക്ക്. ഇല്ല അവൻ വെളിയിൽ നിൽക്കാം. നമ്മളാണ്. വീഡിയോ பண்ணுவாங்க சந்திர. ഈ ബാക്കപ്പ് ഇങ്ങനെ വന്നാളിയാ. പിങ്ങിയത് ആരെയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചോണ്ട് പോയേക്കണ്ട. എടാ വെയിറ്റ് ചെയ്യ ഇവിടെന്നേ. എടാ ഞാൻ കാര്യം പറയട്ടാ. എടാ എല്ലാരും കിട്ടറ വണ്ടിയൊക്കെ എടുത്തേ. അല്ലെങ്കിൽ അവന്മാരെ വണ്ടിയിൽ കുഴപ്പമില്ല. കിട്ടറ വണ്ടി എടുത്ത് നേരെ ഗ്യാങ്കോസിയാ. എടാ നീ അസറിന്റെ വണ്ടി എടുത്തോ. എടാ ഞാൻ പറയുന്ന കേക്കുന്നുണ്ടാ? കിട്ടണ വണ്ടി എടുത്ത് നേരെ ഗ്യാങ്കോസിയാ. എന്നിട്ട് ബാലിന്റെ ബോഡി എടുത്തോ. എടാ ബാലിന്റെ ബോഡി എടുത്താ. എടാ SR യുടെ
എടാ വെയിറ്റ് அவங்க வந்து நடுவுல வந்து വണ്ടി എടാ നമ്മൾ ഫ്രീ വണ്ടി നമ്മളാണ് അല്ല രണ്ട് വണ്ടി വന്നടാ ഇവിടെ അതന്നെ ചന്ദ്ര തിരിച്ചോ അല്ല ഞങ്ങളിവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് യമർ അടിക്കാന്നാ പറയണേ ഓടിച്ചിട്ടല്ല അപ്പുക്കുട്ട വണ്ടി അവന്റെ വണ്ടി കേറി കൊടുക്കാം വണ്ടി സ്ഥലമില്ല ഇല്ല അടിയടി ഇതിനിടെ കൊണ്ട് കൊടുക്കും ഡ്രൈവറിൽ ആരാ അത് ചില്ലറ കഴപ്പാണല്ലോടാ വെയിറ്റ് മാറില്ല ഡൗണാ വെയിറ്റ് എടാ കത്തിച്ചിറ എടാ ഏതെങ്കിലും വണ്ടി കറങ്ങിക്കൊണ്ടിരിക്കടാ ഏതെങ്കിലും വണ്ടി ചുമ്മാ കറങ്ങിയാ നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജുഗുറു അടിക്കുന്നുണ്ട് അതാ ഞാൻ കൊണ്ട് കുത്തി അന്നേരം തന്നെ ഞാൻ പറഞ്ഞടാ നമ്മുടെ വണ്ടി ഭയങ്കര ഷോ എല്ലാ വണ്ടി നമ്മുടെ ആയിരിക്കണം അതുകൊണ്ടാ ഗ്യാങ് വണ്ടി എടുക്കാൻ പറഞ്ഞ എടാ എമ്മരെ കൂട്ടിയിടോ ഡ്രാഗ് ചെയ്ത് കൂട്ടിയിട ചന്ദ്ര എന്റെ മാർക്കർ ഇവിടെ ഒരു കാർ വന്ന് നിന്നിருக்கு ഒരു വണ്ടി വരുന്നേരാ സാറേ മാർക്ക് പറ എന്നല്ലടാ എന്നെയല്ലടാ അതേതാ വണ്ടി എടാ നമ്മളെ എടാ ചെറിയ പ്രശ്നം നിന്റെ ആമുണ്ടോ വണ്ടി ഡ്രോപ്പ് ചെയ്യാവോ പിസ്റ്റൽ മതിയോ ഓൾറെഡി അങ്ങോട്ടാ അപ്പൊ ഇവരെ കത്തിക്കണ്ടേ ഞാൻ പറഞ്ഞോളൂ ഇപ്പൊ ഹോസ്റ്റ് എടുക്കണോ കത്തിക്കണോ എന്ത് പറഞ്ഞു ഒറ്റ കിടക്കാടാ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഓൾറെഡി നിങ്ങൾ ഹോസ്റ്റേജ് എടുത്ത് കത്തിച്ച സിറ്റുവേഷൻ ആണോ ഇത് ഹോസ്റ്റേജില്ല നമ്മൾ അടിച്ചവന്മാരെല്ലാം കത്തിച്ച് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലാണ്ട് ഹോസ്റ്റേജ് അല്ല ഇവിടെ കത്തിച്ച നമ്മൾ കണ്ടിട്ടില്ല ബ്രോ എനിക്ക് ഒന്നും പോയി കത്തിക്കല്ലേ ഇവന്മാർക്ക് എന്നും ഉള്ളതാടാ ഇത് എടാ നിങ്ങളെ ഡീൽ ചെയ്യാം ഞങ്ങൾ അവരെ കത്തിക്കോണേ ഇത്ര മതി അടിച്ചു പോടാ അടിച്ച് പോണേ വെച്ചു സാർ ഇതിന് 2 കണ്ണല്ല ഇരിപ്പണ്ടാ ഏറെ അത് വണ്ടിയിലിരിക്കാൻ ഗ്യാരേജിലോട്ട് പോ എടാ നിങ്ങളിപ്പോ എല്ലാരും എവിടാ എടാ ഞാൻ നമ്മുടെ ഗ്യാങ് ഹൗസിലോട്ട് പോകണേടാ എന്റെ ഇറങ്ങുന്നുണ്ട് നീല എവിടുന്ന് നിങ്ങൾ പോയണ്ടാ ഒരു വണ്ടിയും കൂടെ എടുക്കുവോ ഗ്യാങ് വണ്ടി എടുക്കണ്ടേ കത്തിച്ചേക്ക് ഫ്രീ വണ്ടി എടുക്കാൻ വേണ്ടി
മെയിൻ ബാങ്ക് ഫുള്ള് കത്തിച്ചിട്ടുണ്ട്. ബാക്കി അവിടെ ഉള്ള നോക്കിയാൽ ബാക്കിലാണോ? അകത്തകത്തകത്തകത്ത് ഇപ്പൊ പോയ കള്ളനാ? ഇതാണാ SR ആണോ? എടാ ഇപ്പൊ പോയ SR ആണോടാ? എവിടെയാണ് ഇല്ല 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 അത് ഒരു 10-15 കൊന്നാണല്ലോടാ. ഇവന്മാർ അല്ല അങ്ങോട്ടോ ഞാൻ നേരത്തെ ഇല്ല അവന്മാരിപ്പോ എവിടെയാടാ? അവന്മാരിപ്പോ എവിടെയാ? ഫ്രണ്ടില് എവിടെ? കത്തിച്ചെടുത്ത് ആ കത്തിച്ചെടുത്തു. എടാ എനിക്ക് അവരെ കത്തിച്ചടാ, അവരെ കത്തിച്ചാ. പോയോ? ഇല്ല ഇല്ല അവരെ കത്തിച്ച. എവിടെ 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 എവിടെ? ആ അടിക്ക അടിക്ക. പിന്നാடி ടയറിലത്തെ നാല് ടയറിലത്തെ സാറിന്റെ വണ്ടിയിൽ എന്തൊരു കോൺഫിഡന്റിലാണ് പോണത്? ആരത്? പോലെ 14 ദിവസം അടുത്ത് അടിച്ചു കിട്ടുവേ. എടാ ഗ്യാങ്സ്റ്ററൊന്നും കയറണ്ട, ഗ്യാങ്സ്റ്ററൊന്നും കയറണ്ടേ. വെടിയിക്കുന്നുണ്ട് വെടിയിക്കുന്നുണ്ട്. നമുക്ക് വിസിബിൾ ഏരിയ ഒന്ന് മാറി നിന്നാലോ? അവ ഇറങ്ങുമായിരിക്കും. പണിക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. വാനൊക്കെ എടുത്ത് വരുന്നടേ പണിയൊക്കെ കഴിഞ്ഞ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോ അടിച്ചിട്ടുണ്ട്. ഇത് മ്യൂസിയം ആക്കിയാടേ. എടാ പോയിട്ടെ നമുക്കൊന്ന് റീസെറ്റ് ആവാം. വാ 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 പോയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ആവാം. അല്ലെങ്കിൽ അലമ്പോ വാ. ഇല്ലടാ ഞാൻ ഇപ്പഴാലേക്കാണ് ഇവന്മാരെ ആ കടലിലത്തെ എന്ത് ധൈര്യത്തിലാണ് നമ്മളെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിയത് വണ്ടി. വാ വാടാ നമുക്ക് 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 വാ നമ്മുടെ ഗ്യാങ് പോവാം. വാ വാ പറഞ്ഞൊക്കെയുള്ളു വാ. ആ വാ എല്ലാരും ഗ്യാങ് അല്ലെങ്കിൽ ഇനി നമ്മൾ ഷഫിൾഡാ ഇപ്പൊ തന്നെ എല്ലാരും. സ്റ്റീവ പറ നിന്നെ നീ സ്റ്റീവ ഗ്യാങ് ഓടാ. ഒന്നുകൂടി കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവര് കണ്ടിട്ടില്ല. അവനെ അടുത്ത് വന്നിട്ടൊന്ന് കത്തിച്ചു കത്തിച്ചോണ്ടിരിക്കുക. വണ്ടിക്കകത്തിരിക്കണ ഞാൻ ഇന്നേ വരെ കൊന്നിട്ടില്ലടാ. നല്ല ആഗ്രഹം വണ്ടിക്കകത്തിരിക്കണ വെടിച്ച് കൊല്ലണോന്ന്. എന്തോരം വെടിയാ വെക്കണേ. ഇതിലെന്താ പ്രശ്നമുണ്ട്? നമ്മളടിക്കുന്ന അടിയൊന്നും കൊള്ളുന്നില്ല. എന്തൊരു ഇല്ല അത് പതിവാണല്ലോ. എന്തൊരു
എനിക്ക് ഡൗൺലോഡിങ് സെറ്റൊക്കെ ഡൗൺലോഡ് ആവുന്നുണ്ട് കേട്ടോ. എനിക്കിവിടെ നിങ്ങൾ ഗ്യാങ് ഹൗസ് എത്തിയിട്ടേ ഇവിടെ എത്തത്തുള്ളൂ. അടിയായിരുന്നു. പിള്ളേരുടെ ഒരു അടി ഉണ്ടെന്ന് പറ. എല്ലാരും പിടിച്ച് കേട്ടറാ അമ്മമാരെ ആളൊക്കെ ഇപ്പൊ ആളൊക്കെ കയറ്റി ശങ്കനെയും ശങ്കരനെയൊക്കെ വിളിക്കാൻ പോയിരിക്കുക. എല്ലാവരും വരും ഇപ്പം. എടാ ബാലിനെ പൊക്കിയാടാ. അതാ ചോദിച്ചത്. ബാലന്റെ ബോഡി അവിടെ ഉണ്ട്. മുതുക്കിൽ ഏതേലും ഒരു നമ്മളാരും ഒച്ച എടുത്തില്ല കേട്ടോ. അപ്പൊ അവന്മാര് തെണ്ടിത്തനം കാണിക്കും. അതുകൊണ്ടാ പറഞ്ഞ ബാലിനെ ഏതേലും ഇനി എടുക്കാൻ പറ്റൂല ചന്ദ്ര. ആണെങ്കിലടാ അവന്മാര് വന്ന് ബാലിനെ എടുക്കാൻ പറ്റും. പുറത്തുള്ള എല്ലാ വണ്ടിയും കൂടെ സർവീസ് ചെയ്യാനാണ്. ബാലിനെ ആരെങ്കിലും ക്യാരി ചെയ്തായിരുന്നു അവിടുന്ന്? ഞാൻ ഡ്രസ് മാറ്റി ക്യാമറ ഇട്ടാടാ. ഒരു മിനിറ്റ് സാർക്ക് നീ ക്യാമറ ഉണ്ടോ? എനിക്കുണ്ട്. ടണല് എവിടെ ബാലം കിടപ്പുണ്ട്. ഇവിടെ അടുത്ത് കത്താതെ കിടപ്പുണ്ട്. വാ വാ. എടാ അതല്ല ഈ വണ്ടീന്റെ ടോപ്പ് സ്പീഡ് എത്രയാ നമ്മുടെ? അത് കുഴപ്പമില്ല. അവനെ കത്തിക്ക്. എടാ ഇവിടെ ഫയറിങ് ആയിട്ടാ. പോലീസടിക്കണോ? നീ അവനടുത്ത് കത്തിച്ച സീനില്ല. ടണല് വരാണേ തിരിച്ച് വീണ്ടും ടണലോ പോയോ? എടാ ഞാൻ കാര്യം പറയട്ടാ. പീഡിയുടെ സിറ്റുവേഷൻ ഇപ്പൊ എടുക്കണ്ട. മുണ്ടി അവിടെ അവസാനം നമ്മൾ മൾട്ടിപ്പിൾ സിറ്റുവേഷൻ ട്രിഗർ ആക്കി. അല്ല സംസാരിച്ച് തീർത്തി വിടാൻ. ഫയർ നടക്കുവാണോ എവിടെയും? അവനെ കൂടെ വീടാ ഞാൻ സംസാരിക്കും. പൊങ്ങിയല്ലോ. സാർക്ക് എത്ര ഷീൽഡ് ചെയ്യലുണ്ട് സാർക്ക്? സാർക്ക് കേക്കുന്നുണ്ടോടാ? എടാ സാർക്ക് എത്ര ഷീൽഡുണ്ട് അതില്? എന്റെ ഷീൽഡ് ഒരു 10, 13, 14, 15 ഉണ്ട്. ഒരു 5 6 ഡ്രോപ്പ് ഈ വണ്ടിക്ക് തെറ്റ. പിങ്ങട്ടെ അകത്തായിട്ടാണ് എന്റെ ലെഫ്റ്റ്. ഒരു പ്രശ്നമുണ്ട്. വരുവാണെ പീഡി രണ്ടൂടെ മിക്സ് ആയി ശോകവും.
ചന്ദ്രു അല്ല ചന്ദ്രു വണ്ടി ഓഫ് ചെയ്യണം. ഞാൻ സംസാരിക്കാം. വെയിറ്റ് കൂളാ ഒന്ന് ചില്ല. ഹലോ സാറേ പറഞ്ഞോ സാറേ. എന്തൊരു സാറേ? ഹലോ സാറേ, ഇത് SRA ഉള്ള 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിയതാ. കുടുംബത്തിലുള്ളമാര് എന്നെ നടന്ന് അവന്മാരെ കൂടത്തുള്ള 2 പേരാ. ദേ നോക്കി അവരെ വണ്ടി നടക്കുന്നുണ്ട്. ഇവര് നമ്മുടെ ആൾക്കാരാ. ഗണ്ണൊക്കെ എടുത്ത് വെക്കുന്നേ. ഇത് അന്നത്തെ ചുരുക്കി ചിലപ്പോ തീർക്കേ നോക്കിയിരുന്നു. ഗണ്ണൊക്കെ എടുത്തിട്ട് വെക്കുന്നുണ്ട്. പീടി വിട്ടോ ഇത്രയൊക്കെ മതി. ഇത്രയൊക്കെ നമ്മുടെ കയ്യില് നോക്കൊക്കെ ഉണ്ട്. ചന്ദ്ര ഓഫ് ആയതില്ലേ? എഞ്ചിൻ തീർന്നില്ലേ? പെട്രോൾ ഒഴുകിപ്പോയല്ലേ എന്തിരി? ടാങ്ക് ലീക്കാണ് എന്തിരി? വണ്ടിന് ഓടിക്കാൻ ബാക്ക് നോക്ക്. ടാങ്ക് ലീക്കാ ചന്ദ്ര. ടാങ്ക് ലീക്കാ. ഒഴിച്ചാ വെളിപ്പോത്തേ ഉള്ളു. ആണോ? എന്നാ റിപ്പയർ ചെയ്യണം ചന്ദ്ര. നേരെ പോയി റിപ്പയർ പിടിച്ച് വിളയക്കളാ. റിപ്പയർ നേരെ താഴെ പോണം ചന്ദ്ര. നേരെ ലെഫ്റ്റ്. ചന്ദ്ര കണ്ട വണ്ടി വരുന്നുണ്ടാ? വീട് നമ്മളെ ചന്ദ്ര ഇത് കത്തുന്ന ചന്ദ്രു. ചന്ദ്ര എടാ അതെ എടാ 7099 നമ്മളെ വിളിക്കാം. നമ്മളെ വണ്ടി ഒന്ന് കത്തി ഒരു പ്രത്യേക സാഹചര്യത്തിൽ. പൊട്ടിത്തെറിക്കുന്ന ശബ്ദം ഞങ്ങള് കേട്ടു. ഇതിവിടെ മാർക്ക് ഹലോ എന്തൊരു സീരിയസ് ആർക്കേത് വണ്ടി ഞാൻ വിചാരിച്ച ചന്ദ്ര കൊണ്ടുപോകുന്നത്. ചന്ദ്ര തൊട്ടടുത്തായിരുന്നു. പോയാ മതിയായിരുന്നു. വണ്ടി കയറി വാ. എടാ അവിടെ നിക്കുന്ന പറഞ്ഞിട്ടും ആടാ ഇങ്ങോട്ട് എടാ ഇല്ല ഇത് കഴിഞ്ഞിട്ടേ പീടിക്ക് ഇളകി നിക്കുക. ഇത് അടിക്കാൻ വേണ്ടി നിൽക്കാൻ പേടി കേട്ടാ. പീടി എടുത്ത് ചോദിക്കാം. എന്തൊരു വിഷയം. എടാ വന്നേടാ. പീടി എടുത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടോ നോക്കിയാ. സംസാരമില്ലേ? വണ്ടി നിർത്തിട്ട് വരാം. സംസാരമില്ലേ? ഹലോ സാറേ അങ്ങനെ അടിക്കുവാണെങ്കിൽ വണ്ടി എടുത്തോണ്ട് ചന്ദ്രു ഇങ്ങനെ മാറിയിരിക്കുന്നൊരു സംസാരിക്കരുത്. ചന്ദ്രു അവര് കണ്ടോണ്ടിരിക്കുന്നു. സാറേ എന്തൊരു സാറേ ഇവിടെ കൊറേ വണ്ടി ഉണ്ടല്ലോ. എടുത്തിട്ട് വരാവേ. ആ ഓക്കെ ഫ്രണ്ടിലോട്ടോ സാർ. ചെറിയ എടാ നമുക്ക് 2 സൈഡിൽ നിക്കടാ. അപ്പർ സൈഡിൽ പോ ഇപ്പർ സൈഡിൽ വാ. അപ്പർ സൈഡിൽ പോയില്ലേ? അപ്പുറം പോടാ. ടണൽ സൈഡുള്ള സിറ്റിസൺസ് ടണൽ ഏരിയ ലീവ് ചെയ്യണേ. എടാ ലീവ് ചെയ്യണ്ട. വെയിറ്റ് എന്ത് ചെയ്യണം നോക്കട്ടെ. എല്ലാം പുറത്താടാ. 21 എക്സ്പീഡി എടാ. 21 എക്സ്പീഡി. എടാ കാണുമല്ലോ സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പൊ ഇന്നേരം 50 പേരെ അടിക്കേണ്ടി വരും തോന്നുന്നു കേട്ടോ ഇങ്ങനെ വേണമെങ്കിൽ. നമ്മളെ വണ്ടിയിൽ സ്ഥലം ഉണ്ടാ. എടാ ഒരു പീടി എടുത്തിട്ടുണ്ടോ നോക്കട്ടെ. എല്ലാരും ഫുഡും വാട്ടറും നോക്കിക്കേ. ആരും വണ്ടി സേവ് ചെയ്യില്ല കേട്ടാ. ഇവിടെ വണ്ടി സർവീസ് കേട്ടിട്ടുണ്ട്. ആരും സേവ് ചെയ്യില്ല വന്നിട്ട്. സിറ്റിസൺസിന്റെ അടുത്തല്ലേ പറഞ്ഞു. നമ്മള് ചുറ്റുന്നല്ല. നമ്മള് പ്രശ്നമാണ്. അതാ മോനെ സൂക്ഷിച്ചു പോണേ. പോട്ട് ക്യാനൊന്നും അങ്ങോട്ട് നിർത്താവോ? ഇപ്പൊ പൊട്ടിച്ചേരാം.
അവര് കണ്ടു കേട്ടാ എടാ, ചന്ദ്രു ഇത് പിന്നെ റസ് ചെയ്യാൻ വേണ്ടിട്ടാ, മനസ്സിലായില്ലേ? ഉറപ്പാ. ആരാ അവനെയാ? വണ്ടി ഇവിടുന്ന് മാറ്റേ, വണ്ടി ഇവിടുന്ന് മാറ്റണേ, വണ്ടി മാറ്റേ. ലാസ്റ്റ് ആണെങ്കിൽ വണ്ടി മാറ്റും. ലാസ്റ്റ് വാണിങ്ങൊക്കെ പറഞ്ഞേട്ടാ. ഇല്ല പോണ്ട ചന്ദ്രു, പോണ്ട ചന്ദ്രു. എടാ നമ്മളെല്ലാം റെഡി അല്ലടാ, നമ്മളെല്ലാം റെഡി അല്ലേ? നമ്മളെല്ലാരും ടണലിൽ അപ്പുറത്തെ കണ്ടല്ലോ. ഗ്യാങ്സിലാ വെയിറ്റ് ചെയ്യ, എല്ലാരും ടണലാ, എല്ലാരും ടണലാ. എടാ ടണലുവാ, എല്ലാരും ടണലുവാ പറയുന്നേ, ടണലുവാ. ഇവിടെ അടി പൊട്ടിക്കഴിഞ്ഞാൽ നിന്നാ മതി. നിങ്ങൾ ഇപ്പൊ അടി പൊട്ടിക്കണ്ട, വെയിറ്റ് ചെയ്യണം. എടാ വെയിറ്റ് ചെയ്യ, പീടി എന്ത് ചെയ്യണം നോക്കട്ടെ. അവന്മാരെ എടുത്തിട്ട് പോവാനായിരിക്കും പ്ലാൻ. എടാ ആ SR വണ്ടിയിട്ട് കളിക്കണാരാ? ഇവിടെ നിർത്തി ഇടിക്കാടാ. ഇതിന് ബ്രേക്ക് വേണ്ടേ? നീ ഇന്ന് അങ്ങോട്ട് കൊണ്ടുപോകാണ്ടിരിക്കും. ഇത് മറ്റേ സ്പ്രിംഗ് പോലെ പോവാങ്ങ്. ഇല്ലെങ്കിൽ അത് വർക്കാവില്ല. നീല നമ്മൾ ഓൾറെഡി വണ്ടി പുറത്തുണ്ട്. ആരൊക്കെയാണ് ഗ്യാങ്ങോസ് ഇരിക്കണേ? ആരൊക്കെയാണ് ഗ്യാങ്ങോസ് ഇരിക്കണേ? എല്ലാം വരും. വാ 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 വാ. വരുന്ന 2 minutes വെയിറ്റ് பண்ணுங்க. ആ ബാരിയർ എടുത്തെടുത്ത് ആണാ എടാ ഇവിടെ വണ്ടി ക്രോസ് ഇട്ടില്ലേ, കൊണ്ടുപോയി അടിച്ചാൽ മാത്രം മതി കേട്ടാ. കേറിപ്പോയി കഴിഞ്ഞാൽ ശീലൊക്കെ എടുത്തിട്ടുണ്ട്. ഇല്ലേ ഇവന്മാരൊക്കെ മൂത്തിരിക്കണുണ്ടല്ലോ എല്ലാരും കൂടി. ചന്ദ്രു അപ്പുറത്തായിരിക്കും ഇറങ്ങുന്നത്. ഒരു വണ്ടിയൊക്കെ എടുത്ത് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നേ, അവര് തമ്പള കളയത്. ഓൾറെഡി നമ്മുടെ വണ്ടി അവിടുന്ന് വരുന്നുണ്ടല്ലോടാ, അവരകത്തോട്ട് കേറാണ്ടിരുന്നായി. എല്ലാം കണക്കെടുത്ത് പുറത്തേടാ നിക്കുന്നത്. അവരുടെ പുറത്ത് നമ്മുടെ വണ്ടി ടണലിന്റെ പുറത്ത് ഉറപ്പായിട്ടും വരും. പുറത്ത് പുറത്ത് നമ്മുടെ ആൾക്കാർ വേണോടാ. മന്ദാരമൊക്കെ വരുന്നില്ലേ? നിങ്ങള് കേറാണ്ടിരുന്നാ, നിങ്ങൾ അവിടെ നിന്നാ ഞാൻ ഒന്ന് വണ്ടി റിപ്പയർ ചെയ്തിട്ട് ഇവിടെ ഒന്ന് കേട്ടോ, എന്നാലും അവൻ അടിക്കത്തുള്ളൂ. ഒരു കാര്യം പറഞ്ഞുതരാം, പീഡി കുറെ പേര് ടണലിന്റെ വെളിയിലുണ്ട്. അടിക്കണമെങ്കിൽ അമ്മ ഫസ്റ്റ് അടിച്ചാൽ മതി. അകത്തുള്ളമാരെ നമ്മൾ അടിച്ചോളൂ, നമ്മളിവിടെ നിന്ന് പൊക്കോളാം. പുറത്തുള്ളമാരെ ഫസ്റ്റ് നമുക്ക് അടിച്ചു വിടാം. അടിക്കുവാണെങ്കിൽ അവര് ചിലപ്പോ ഞങ്ങളെ തള്ളു. അപ്പൊ നിങ്ങൾ അവിടെ തള്ളാൻ പറ്റും. തള്ളാനൊന്നും പറ്റില്ല. തള്ളാൻ ഞങ്ങൾ 4 പേരുള്ളൂ. ഞങ്ങൾ ഇവിടെ നിന്നുള്ള തള്ളൽ എത്രത്തോളം സക്സസ് ആവുന്ന അറിഞ്ഞില്ല. ഞങ്ങൾ 4 പേരേ ഉള്ളൂ. അപ്പൊ ഇല്ല ചന്ദ്ര വണ്ടിക്കകത്ത് ഞാൻ ഇരിക്കാൻ കയറ്റിയാൽ പോകണം. ആ ഓക്കെ. അതല്ല ചന്ദ്രു, ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചന്ദ്രു. ചന്ദ്രു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നീ ഒന്നുകൂടെ റേഡിയോ എടുത്തിട്ട് മാറാം. ചന്ദ്രു ഇവന്മാര് മറ്റേ ഇതിടാൻ ചാൻസ് ഉണ്ടോ? മറ്റേ എന്റെ പേരെന്താ, മറ്റേ ടയർ പൊട്ടിക്കുന്ന സാധനം നോക്കണം. ഇറങ്ങും പഠിക്കണോ? ഹലോ സാറേ, ചെറിയൊരു ഞങ്ങൾക്ക് അങ്ങോട്ടാ സാറേ പോകണ്ട, ഫ്രണ്ടിലോട്ടാ പോകണ്ട. സാറെ ക്ലോസ് ചെയ്തു ഞങ്ങളുടെ വണ്ടിക്ക് റിവേഴ്സ് ഗിയറില്ല സാറേ. ചന്ദ്രൻ സാറാണ്. സാറേ സ്ട്രൈറ്റ് സാറേ, നമ്മുടെ വണ്ടിയെ ഫ്രണ്ടിലോട്ട് മാത്രമേ പോകാം സാറേ, റിവേഴ്സ് ഗിയറില്ല സാറേ. ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ടല്ലോ സാർ. സാറേ സാർ കുറ്റി മാറ്റി തരാം, ഞങ്ങൾ ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് പോക്കോളാം. അല്ല ഇവിടെ ചന്ദ്രു, ഇവിടെ മുതുക്കിലെ ഒരു 3-4 പയ്യന്മാര്, സാധാരണക്കാരെ കത്തിച്ചെന്നാരെയോ പുഴുത്ത് കിടന്നായിരുന്നു. പാവപ്പെട്ട ആൾക്കാരെ പിടിച്ച് തല്ലിയിട്ട് അപ്പോഴൊന്നും ആരെ കാണുന്നുണ്ടായിരുന്നില്ല.
തന്ത്രു മനസ്സിലായില്ലേ ഇവിടുന്ന് ആർക്കും ഇത്ര സാറേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല സാർ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഒരു ട്രക്കിന് പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടായിരുന്നു, അത് നമ്മൾ എത്തിയതേ ഉള്ളൂ ഇപ്പൊ. അല്ല സാറേ, ആ കുഴപ്പമില്ല സാറേ കുഴപ്പമില്ല, നിങ്ങളുടെ പ്രൊട്ടക്ഷൻ നടക്കട്ടെ ഞങ്ങൾ സാറേ. ഇവിടെ നിന്നോളാം. സാറ് സാറ് വിട്ടോ, സിറ്റുവേഷൻ നോക്ക് സാർ. നിങ്ങളോട്ടോ റേഡിയോ നീല്ലേ ഹലോ സാറേ കേറ്, ചായ കുടിച്ചിരിക്കാം, കേറ്. ഒന്നല്ല സാറേ, എന്റെ കൊണ്ടുപോകാനല്ലേ ഇതൊക്കെ, സാറേ ഞാൻ പറ്റില്ല സാർ എന്നാ സാറേ മോളിന്നുള്ള സാറേ മോളിന്നുള്ള ഓർഡർ എന്നാ സാറേ മോളിന്നുള്ള ഓർഡർ? സാറേ. ഇവിടെ എന്തോ പ്രശ്നം നടന്നു, അപ്പൊ നമ്മളിവിടെ ക്ലോസ് ചെയ്ത് അത്രേ ഉള്ളൂ. മോളിന്ന് വേറെ ഓർഡർ ഇല്ല ഇല്ല കുറെ പീടിയുണ്ടല്ലോ സാറേ. എന്താ എന്താ ചേട്ടാ എന്താ കേട്ടില്ല? അടിക്കണോ? ഡബ്ല്യൂ പറ ഇപ്പൊ വെയിറ്റ് ആക്ക് ഒരു റീസൺ കേട്ടാ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാവോ? അവന്മാരെ കൊണ്ട് അടുപ്പിക്കാവോടാ, അവന്മാരെ കൊണ്ട് അടുപ്പിക്കാവോ? ജസ്റ്റ് ഒരാള് നമ്മളെടുത്ത് വരണ ഒരു വണ്ടി. ഞാനും ചന്ദ്രവും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഫീൽ ഉണ്ടോ കയ്യില്? ഫീൽ ഉണ്ടോ കയ്യില്? നമുക്ക് പിന്നെ ഡബ്ല്യൂ അടിച്ച് അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് തോന്നില്ല. എന്തൊരു വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല കുഴപ്പമില്ല, നമ്മൾ ഇവിടെ അടിക്കത്തുള്ളൂ. എന്നിട്ട് പീടിയുടെ വണ്ടി എടുത്ത് നമുക്ക് പോവാം. ആ റപ്പീഡ് അടിച്ചാടാ. അതെ നമ്മളെ വാണിപ്പേരാണെങ്കിൽ പിന്നെ നമ്മളെന്ത് കാണിക്കണം? ചന്ദ്രൻ ഇവിടുന്ന് കുറച്ചുകൂടെ ബാക്ക് വയ്ക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് അങ്ങോട്ട് ബാക്ക് പോകാം, ആ ടോളിന്റെ അടുത്ത് പോയിക്കാം. പയ്യെ നമ്മൾക്ക് ഇവിടെ നിന്ന് സ്പാം ആയിരിക്കും നമുക്ക് ഒറ്റ അതാ നമുക്ക് ഇങ്ങോട്ട് ഭയങ്കര പാടായിരിക്കും ചന്ദ്രൻ. അവന്മാർ ഇങ്ങോട്ട് എല്ലാവരും തല്ലിയോ പെട്ടു. അതുകൊണ്ടാണ് ചന്ദ്രൻ റിവേഴ്സ് നിർത്തുന്നതായിരിക്കും ബെറ്റർ. ഒരു വണ്ടിയുള്ള ഓപ്പോസിറ്റ് അല്ല ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇനിഷ്യേറ്റ് ചെയ്യാൻ ഇച്ചിരി ഒന്നും അധികം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലടാ. അത് അപ്പുറത്ത് അതാ പെട്ടെന്നോടാ ഒന്ന് മാറിയിടൂടാ. ഈ പെരുന്നവനെ ഒന്ന് മാറിയിടുവോ? ആ വണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യാനൊക്കെ ആ അറ്റ ദൈവം നിന്നെ പിടിച്ചു, ദൈവം നിന്നെ പിടിച്ചു, അടിച്ചോ ദൈവം നിന്നെ പിടിച്ചു. അടിച്ചോ സ്നൈപ്പിൽ അടിച്ചോ. എന്താണ് അടിയായോ? അടിയേ സംഭവം അടിക്കണോ? നടന്നോ? സ്പീഡിക്ക് കടികളുണ്ടാ. ആ വെയിറ്റ് അടുത്ത വണ്ടി കവർ എടാ ഒന്നേ അടിച്ചാൽ മാത്രം മതി, ഒന്നേ അടിച്ചാൽ മാത്രം മതി. മെല്ലെ മെല്ലെ കയറിയതേ, ഒരു ധൃതിയില്ലേ. ഫ്രണ്ടോട്ട് കേറാം. സ്നൈപ്പേ നോക്കിയാറേ, സ്നൈപ്പേ അടി. സ്നൈപ്പേ നമ്മളെ നോക്കിപ്പുണ്ട്, ഞാനും വരുന്നുണ്ട്. പുറകെട്ട് മെല്ലെ കളിച്ചേ. സ്നൈപ്പർ ഇനി മോളിൽ ഇനി ഫ്രണ്ടോട്ട് കയറാൻ നോക്കണം. സ്നൈപ്പർ
ഉള്ളിലേക്ക് കയറല്ലേ വെയിറ്റ് ഉള്ളിലോട്ട് കയറില്ല ഉള്ളിലോട്ട് കയറണ്ട ഉള്ളിലോട്ട് കയറേ വേണ്ട ഉള്ളിലോട്ട് കയറേ വേണ്ട ഓപ്പോസിറ്റ് തരുവാ ചന്ദ്രു വാ 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 എത്ര വണ്ടി എടുത്ത് ഇടിച്ചിട്ട് 2-3 കാർഡ് എടാ പീടി വണ്ടിയുണ്ടോ വെയിറ്റ് ഒരു വണ്ടി ബാക്കിലോട്ട് ഒരു വണ്ടി ബാക്കിലിട്ട് നമ്മുടെ ഗ്യാങ് വണ്ടി ബാക്കിലേക്ക് ബാക്ക് എടുത്ത് കയറ്റി എടാ വേണമെങ്കിലേ കേറി സൈഡിലുണ്ട് കണ്ടുകൂടാ ആ ഓക്കെ ഇവിടെ ഇന്ത്യയുടെ ഞാൻ കവർ തരാം ഇതല്ലേ ടീം കില്ലാവല്ലേ കൂട്ടിടാ എല്ലാത്തിനെയും പിടിച്ച് കൂട്ടിടാ ഏതാടാ ഇനിയും കാണോ കഴിഞ്ഞിണ്ടാവൂലേ പുറത്ത് അല്ലേ 22 പീടി ചത്ത് പലച്ചിടക്കണ നല്ല രസം ഉണ്ടാവണേ ഭാര്യ ഇതിന് വേണ്ടി ഞാനൊരു നമ്മടെ വണ്ടി ചോദിച്ചാ തരാം പിന്നല്ലാതെ എല്ലാ വണ്ടിയും കെട്ടിപ്പറക്കി കൊണ്ടുപോലെ ഗ്യാങ് ഹൗസില് ഇല്ലടാ അമ്മാരിക്ക അങ്ങ് 10-20 എണ്ണത്തിനെ കയറ്റാണ്ട് അങ്ങ് സമാധാനം വരത്തില്ല അങ്ങ് ഒളിച്ചിരിക്കണ ആരെയൊക്കെ കൊണ്ടാവിക്കടാ നോക്കണടാ മര്യാദക്ക് എത്രയോ തവണ അവരെടുത്ത് നമ്മള് ചോദിച്ച് തരുവോന്ന് പീടി വണ്ടി എടുക്ക കൂടാതെ തപ്പുതാ മന്ദാരം മറ്റേ സഹദേവനെ അഡ്മിനെ ബ്രോ ഇത് സിറ്റുവേഷൻ അല്ല ഇത് പീഡി സിറ്റുവേഷൻ ഉണ്ടെന്ന് പീഡി നമ്മളായിട്ട് പീഡി വണ്ടിയുടെ കേസിൽ സിറ്റുവേഷൻ ഉള്ളതാ ഞങ്ങൾ ഇന്നലെ തൊട്ട് തുടങ്ങിയതാ അപ്പൊ നമുക്ക് അത് എന്തായാലും എടുക്കാൻ പറ്റില്ല അല്ല ഞങ്ങൾക്ക് എടുക്കാമല്ലോ പീഡി ഞങ്ങളടുത്ത് ഈ വണ്ടി പറ്റുമെങ്കിൽ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കണ്ട അത് RP അല്ലേ അഡ്മിനെ പിന്നെ പീഡിക്ക് പിന്നെ പീഡിനെ പറയാൻ പാടില്ല ഞങ്ങളടുത്ത് അത് പിന്നെ അങ്ങനെ പിന്നെ പീഡി പറയാൻ പാടില്ല ആ പീഡി ഞങ്ങളടുത്ത് പറ്റുമെങ്കിൽ എടുത്ത് കാണിക്കാൻ പറഞ്ഞു വെല്ലുവിളിച്ച് ഇന്നലെ അത് ഇന്നലെ ഞങ്ങള് സാബ് ഗുരുവിന്റെ അവിടെ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ പീഡിയോട് ചെറിയൊരു കൊച്ചു സിറ്റുവേഷൻ ആയിരുന്നു അന്നേരം പീഡി പറഞ്ഞ് പറ്റുമെങ്കിൽ എടുത്ത് കാണിക്കാൻ പറഞ്ഞു അല്ല അപ്പൊ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് പറ്റുമെങ്കിൽ എടുത്ത് കാണിക്കാന്ന് പറഞ്ഞു ഞങ്ങളെ പീഡി സംസാരമായി പീഡി വണ്ടിയുടെ പേരിൽ സംസാരമായി ഞങ്ങളിലേക്ക് ഓടിക്കാൻ തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറയാൻ പറ്റൂല വണ്ടി നമ്മൾ ഓടിച്ച് വണ്ടി റണ്ണിങ്ങില് പുള്ളിക്കാരൻ നമ്മൾ വണ്ടി ഓടിച്ച് പൊക്കോണ്ട് കഴിയുന്ന സമയത്ത് പുള്ളിക്കാരൻ മറ്റേ വണ്ടി സ്റ്റോപ്പാക്കി അതായത് വണ്ടി റണ്ണിങ് ആയിരുന്നു ആ സമയത്ത് പുള്ളി സ്റ്റോപ്പാക്കി അപ്പൊ അത് നമ്മൾ പറഞ്ഞ് അങ്ങനെ സംസാരം ആയപ്പോഴത്തേനും പുള്ളി കാണിക്കാൻ പറഞ്ഞു സാറേ ഈ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായില്ല അതായത് നിങ്ങൾ നിങ്ങളുടെ വണ്ടി ഇത്രേ ഉള്ളൂ അഡ്മിനെ അതായത് പീഡി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഇന്നലെ ഒരു സിറ്റുവേഷൻ അതായത് ഞാൻ ചോദിച്ചു വണ്ടി ഓടിക്കാൻ ജസ്റ്റ് നോക്കി തരാമെന്ന് ചോദിച്ചു അന്നേരം തരത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ പീഡി വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു എടുത്ത് പോയപ്പോഴത്തേക്ക് എടുക്കാൻ പാടില്ല അല്ലല്ല അത് നോക്കിയോട്ടെ വണ്ടി എടുത്തപ്പോഴത്തേക്ക് പുള്ളി ലോക്ക് ചെയ്ത് വണ്ടി അത് കുറെ ദൂരം പോയതിനു ശേഷമാണ് പുള്ളി മറ്റേ അതായത് അന്നേരം പുള്ളി പറഞ്ഞ് പറ്റുക എടുത്ത് കാണിക്കാൻ പറഞ്ഞു
അത്രേ ഉള്ളൂ. ആസ് പെർ റൂൾ നമ്മള് പീഡി വണ്ടി എടുക്കാനേ പാടില്ല. അപ്പം ബ്രോ ഇന്നലെ ചെയ്തത് തെറ്റല്ലേ? പീഡി വണ്ടി എടുക്കാൻ പാടില്ല. ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള വെഹിക്കിൾസ് അവർക്ക് മാത്രം യൂസ് ചെയ്യാനുള്ളതാണ്. അല്ല ഞാനപ്പോ തന്നെ കൊടുത്തല്ലോ, പീഡി വണ്ടി എടുത്തല്ലോ. ഞാൻ എടുത്ത് കൊണ്ടുപോയില്ല ഇന്നലെ. ഇന്നലെ കൊണ്ടുപോയില്ല. ഇന്നലെ കൊണ്ടുപോയില്ല, അവിടെ വെച്ചിട്ട് കൊടുക്കേണ്ടി വന്നു ഞങ്ങൾക്ക്. അപ്പത്തേക്കും അന്നേരം ഉണ്ടായ സംസാരമാണ്. അന്നേരം ഭരസാറ് എന്റെ അടുത്ത് പറഞ്ഞാണ് നീ പറ്റുമെങ്കിൽ എടുത്ത് കാണിക്കാൻ. അതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എനിക്കറിയത്തില്ല. അത് ഈ പറയുന്ന കാര്യത്തിൽ എനിക്ക് ക്ലാരിറ്റി ഇല്ല, ഇത് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ റൂൾ ഞാൻ പറയാം. ഇത് ഈ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. പീഡി നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. പീഡി നിങ്ങളുടെ അടുത്ത് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ റൂൾ നിങ്ങൾ എന്ത് സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാലും പീഡി വെക്കിൽ എടുക്കാം. റോബറി സിനാരിയയിൽ അങ്ങനെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാൻ മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പീഡി വെക്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ആ സിനാരി എൻഡ് ചെയ്യുമ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്തിരിക്കണം. അതാണ് റൂൾ. ആ ടൈമിൽ മാത്രമേ അങ്ങനല്ല. റോബറി സിനാരി റോബറി സിനാരി ബ്രോ പീഡി വെഹിക്കിൾ എടുക്ക. ആ സിറ്റുവേഷൻ അവിടെ ഓവർ ആയില്ലേ? നിങ്ങൾ അല്ല ഈ സിറ്റുവേഷൻ ആയില്ലല്ലോ. ഞാൻ ഇന്നത്തെ സിറ്റുവേഷൻ ആയിരുന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തത്, ഈ വണ്ടി മാത്രം എടുത്തത്. കാര്യത്തിൽ എനിക്ക് ക്ലാരിഫിക്കേഷൻ ഇല്ല. എന്തായാലും ഞങ്ങളിത് എടുത്ത് ഞങ്ങളിത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ അടുത്ത ഇതാക്കാൻ പോവല്ല. ഞാൻ കാര്യം പറയട്ടെ ബ്രോ, അതായത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ തന്നെ ക്ലാരിറ്റി കൊടുക്കേണ്ടി വരും. ഞാൻ കൊടുത്തോളാം, അതാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്റെ വെബ് ക്യാം ഉണ്ട്, എന്റെ ബോഡി ക്യാം ഉണ്ട്, എന്റെ ബോഡി ക്യാം ഉണ്ട്. ഓക്കെ ഫൈൻ. ഞാൻ കള്ളന്മാർക്ക് ഇവിടെ കക്കാൻ അത് ശരിയല്ലേ? ഇത് ഇതിലൊരു ഇതില്ലേ ചന്ദ്രു? ഇത് ഫെയർ ആണ്. അത് ആർപ്പിയായിട്ട് അവർ കാണാൻ പറ്റില്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇതിന്റെ വലിയ ടിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ അവർ ആർപ്പിയായിട്ട് കാണുന്നില്ല അർത്ഥം. നമുക്കത് ശരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് നമ്മൾ ഓപ്പി ആവുന്നുണ്ട് ഇതുകൊണ്ടല്ലേ? പീഡിയിലെ ഓപ്പി വണ്ടി നമ്മുടെ ഇരിക്കണം ഏറ്റവും കിടില ടോപ്പ് വണ്ടി. അതെ ഇന്നലെ ആളിറങ്ങില്ലേ പുള്ളി? എന്താ സാറേ ഇതൊക്കെ? സാറേ ഇതൊക്കെ റിമൂവ് ചെയ്യോ? സിറ്റിസൺസ് ഒക്കെ പോവാണേ. ചന്ദ്ര സാറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് അതെ 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 വണ്ടി വണ്ടി പോണേ. ലീവ് ചെയ്യണേ. എടാ ഈ വണ്ടി മാത്രം ആരെടുക്കാൻ സമ്മതിക്കല്ലേ? ഞാൻ അടിക്കൊണ്ടിരിക്കുവാണ്. സാധാരണ മണ്ടക്കിടന്ന് അടിക്കൊണ്ടിരിക്കുക. നമുക്ക് പോവാ. എടാ എല്ലാവർക്കും ലീവ് ആവൂലേ? ഇത്ര ആള് കുറഞ്ഞു വെച്ചിട്ടില്ല. കരഞ്ഞോളൂ. എന്താ തട്ട് ലൈറ്റാ? ഇനി ഇവിടെ ഞാൻ മറ്റന്മാര് അല്ലല്ല അവന്മാര് പ്രീവാർ വിളിക്കണ്ട്. ഇവന്മാരെവിടെ? ഇവന്മാരുടെ അനക്കം പോലും ഇല്ലല്ലോ. അമ്മമാര് ആൾക്കാരെ കൂട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുക. ആ ചാറ്റിലാണെങ്കിൽ നേരത്തെ മാർക്കോ കൊടുത്തോണ്ടിരിക്കുന്നുണ്ടോ? മാർക്കോ ചാറ്റിൽ മറ്റേ കുറഞ്ഞ ടീമുകളുടെ കുഴപ്പമുണ്ടോ? ഇതൊന്നുമില്ല, ബാനൊന്നുമില്ല. എന്റെ അഭിപ്രായം.
എടാ വിടാ പീഡി സിറ്റുവേഷനെ വിട് വാ. ബാക്കി വരുന്നുണ്ട്. ഓടിച്ചു പോറ്റേ ഡബ്ല്യൂ എടുത്ത് നോക്കിയാ ആക്ച്വൽ ടീം ടയറിലാണ് നോക്കി ടയറില്ലെങ്കിൽ വണ്ടി കണ്ടോണ്ട് ടയറില്ലാതെ വണ്ടി ഇതെങ്ങനെയാടാ ഇത് മറ്റേ നമ്മുടെ സിറ്റിയിൽ ഒരു വാലട്രോണിക് വെക്കാൻ പറ്റുന്നില്ല അതിന്റെ സെയിം അല്ലേ എടാ അമ്പത്തൂരേ നീ എന്തിനു സംസാരിക്കണ കക്കൂസിരുന്നാ ഏതോ പെണ്ണുണ്ടെന്ന് പറഞ്ഞ അതിന്റെ പുറകെ പോകുന്നു. എണ്ണ വാങ്ങോട് വിചാരിച്ച ഇനി നീയൊക്കെ കത്തിയേരിഞ്ഞ് വീഴുന്നു ചന്ദ്ര ചന്ദ്ര നടക്കൂല ഒന്ന് വരാൻ പറഞ്ഞ നടക്കില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. നടക്കാം നടന്ന് ഞാൻ വണ്ടിയിൽ വരാം. പാവപ്പെട്ട സിറ്റിസൺസ് ജീവിക്കണ്ടളിയാ. ഹലോ ഹലോ ഇല്ലടാ ഇല്ല ഞാൻ പറഞ്ഞ ഇതിലേ വരാം. മര്യാദയ്ക്ക് വിളിച്ചു പറയാം. അതാ ഇങ്ങോട്ട് മാറിയത്. നിന്റെ അടുത്ത് ഇങ്ങ് വരാൻ പറഞ്ഞ നീ ഇവിടെ നിന്ന് മാറി ഇങ്ങോട്ട് വേണം. ചന്ദ്ര ഇന്നലെ എന്തോ ഒരു സീനിനകത്ത് നിന്റെ അടുത്ത് എന്തോ വണ്ടി എടുത്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് കാണിക്കാന്ന് ചോദിച്ചായിരുന്നു. POV ഉണ്ടോ? അതൊക്കെ ഇപ്പൊ കാണിക്കണോ? അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിനക്ക് വണ്ടി ഹോൾഡ് ചെയ്യാൻ പറ്റൂല. നമ്മുടെ റൂൾ അങ്ങനെയാണ്. ആ വണ്ടി കൊണ്ട് ആ പീടി വണ്ടി കൊണ്ട് പോവല്ലേ തീരെ ഇങ്ങോട്ടൊന്ന് അല്ലല്ല ആടൊന്ന് എന്റെ അടുത്തോട്ട് വന്നേ. എന്റെ അടുത്തോട്ട് ഇറങ്ങിയ ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന്റെ POV ഉണ്ട് ചന്ദ്രന്റെ വണ്ടി എടുത്ത് കാണിക്കാൻ. അല്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ പീഡിയായിട്ടുള്ള സിറ്റുവേഷൻ എന്റെ ആയതാണ്. ഇനി വണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒന്നേ വണ്ടി കൊടുക്കണം തിരിച്ച്. ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഇതിലുള്ള ആക്ഷൻ എടുക്കേണ്ടി വരും. അപ്പോ ഒരു സിറ്റുവേഷൻ എന്റെ കഴിഞ്ഞാൽ എന്റേതാണ്. പിന്നെ ചന്ദ്രല്ല ആടിങ്ങി വന്നേ കാര്യം ചെയ്യാൻ പറ്റില്ല. ആടൊന്നു സിറ്റുവേഷൻ ഉണ്ടായി വെഹിക്കിൾ എടുക്കുക പിന്നെ എന്താ പീഡി വണ്ടി എടുക്കുക നമ്മളെ കൊണ്ടു കൊടുക്കണോ? ഇല്ല കൊണ്ടുപോയി ഇല്ല അത് ഇല്ല അങ്ങനെ പറഞ്ഞടാ. ഇല്ല അതിപ്പോ തീരുമാനമാട്ടെ ട്വീറ്റ് എടുക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളു. ഇത് കത്തിച്ചു കളഞ്ഞാ പോരെ. പീഡി സീനാക്കിയ ഈ പൊട്ടന്മാരോടെ പിടിച്ച അതാ പ്രശ്നം. ഈ പീഡിയുടെ ശല്യങ്ങളാ ഇങ്ങോട്ട് ചൊറിഞ്ഞു വരുന്നില്ല. ചന്ദ്ര പറയട്ടെ വണ്ടി കൊണ്ടുപോ പറഞ്ഞു. ഇല്ല കൊണ്ടുവരുന്നില്ലടാ. വെയിറ്റ് ഞാൻ പറയാം വെയിറ്റ്. ഹലോ ചന്ദ്ര സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്കാരൻ വെയിറ്റ് ഇല്ല ഡിവൈഡിച്ച് കളയാം വെയിറ്റ് ചെയ്യുന്നു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഇതിനകത്ത് നീ പറഞ്ഞതുപോലെ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് ഇങ്ങനെയല്ല എടുക്കേണ്ടത്. കാര്യം നമ്മുടെ റൂൾ അനുസരിച്ച് ഒരു സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സിറ്റുവേഷനിൽ നിന്നും എസ്കേപ്പ് ആവാൻ വേണ്ടി മാത്രമേ നമുക്ക് പീഡി വണ്ടി എടുക്കാവൂ. സിറ്റുവേഷൻ എന്റെ ആയതിനു ശേഷം നിനക്ക് പീഡി വണ്ടി എടുക്കാൻ പറ്റത്തില്ല. എന്റെ അടുത്ത് അങ്ങനെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് വേറെ രീതിയിൽ തൂക്കണം. അപ്പൊ ഞാൻ പറയുവാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഇത്ര സിറ്റുവേഷൻ നടന്നാ പോരാ. ഇനി സിറ്റുവേഷൻ ആവണം പീഡി ആയിട്ട്. അല്ല ഞാൻ റെഡിയാണ്. എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് പിന്നെ ഒരു തലവേദന ഉണ്ടെന്നാ മതി. ഞാൻ ഓക്കെയാണ്. ചന്ദ്ര ഒരു മിനിറ്റ്. അതായത് ചന്ദ്രൻ ഇന്നലെ അങ്ങനെ ഒരു സംഭവം ചെയ്തു. അപ്പൊ പീഡി തിരിച്ച് റിട്ടേൺ ആയിട്ട് ചന്ദ്രനോട് പറഞ്ഞ പോലെ നീ പറ്റുവാണെങ്കിൽ എടുത്ത് കാണിക്കണമെന്ന് പീഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റോങ് ആണ്. പീഡി ഒരു ഓഫീസറും അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ട് ചോദിച്ചത്. ഈ പറഞ്ഞതിന് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ചന്ദ്രൻ തെളിവ് ഞാൻ ഇപ്പൊ ഞാൻ VC ഒന്ന് കാണിച്ചാൽ ഇതെനിക്ക് വെച്ചേക്കാൻ പറ്റൂലേ എന്നാണ് ചോദിക്കണേ.
ചന്ദ്ര ആസ് പെർ നമ്മുടെ റൂൾ ഒരു സിറ്റുവേഷൻ എൻഡ് ആയി കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ പെട്ട വണ്ടികൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങളുടെ സ്വന്തം വണ്ടി മാത്രം എടുത്തോണ്ട് പിടിക്കണ എന്തിനാണ് ഇതിനെ പീഡി വണ്ടി മാത്രമല്ലല്ലോ ഗ്യാങ് വണ്ടിക്ക് നമ്മൾ ചെയ്യാറുണ്ടല്ലോ. നിങ്ങളുടെ ഗ്യാങ് വണ്ടി നിങ്ങളുടെ ഗ്യാങ് വണ്ടിക്ക് നമ്മൾ ചെയ്യാറുണ്ടല്ലോ. നമ്മൾ വണ്ടി കൊടുക്കത്തില്ലല്ലോ. നമ്മൾ വണ്ടി കൊടുക്കത്തില്ലല്ലോ. നമ്മൾ വണ്ടി എടുക്കുന്നുണ്ട്. എടാ നിങ്ങളുടെ ഒരു സെക്കൻഡ്, നിങ്ങളുടെ എനിക്ക് ഒരു കാര്യം പറയാം. ആരുമായിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആരുമായിട്ടുള്ള ഒരു TG ആയിട്ടുള്ള സിറ്റുവേഷൻ, സിറ്റുവേഷനിൽ നിങ്ങളുടെ ഗ്യാങ് ഹൗസിൽ വന്ന് ഞാൻ അവന്മാരുടെ വണ്ടി DV അടിച്ചു. ആ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ വണ്ടി കൊടുക്കത്തില്ല. അത് ബേസിക് റൂളാണ്. കാര്യം നിനക്ക് അങ്ങനെ വണ്ടി എടുക്കണമെങ്കിൽ എടുത്തോടാന്ന് പറഞ്ഞത് മിസ്റ്റേക്ക് പറഞ്ഞോ. ഞാൻ വരാം. അപ്പൊ നിനക്ക് അങ്ങനെ വണ്ടി എടുക്കണോന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കിടക്കണ വണ്ടി കുത്തി തുറന്നെടുത്ത് മോട്ടിക്കുക, അത്ര തന്നെ. അല്ലാതെ ചന്ദ്രന് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ സിറ്റുവേഷനിൽ വേറെ വണ്ടി എടുക്കാൻ വേണ്ടി നീ സിറ്റുവേഷൻ ഉണ്ടാക്കി അടിയാവാതെ വണ്ടി അടിച്ചോണ്ട് പോവാം, കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് ഞാൻ SRKയുടെ അടുത്തല്ല, ചന്ദ്രന്റെ അടുത്ത് അങ്ങനെ ഒരു സ്പെഷ്യൽ സിനാറിയോയുടെ കാര്യമാണ് ഈ പറയുന്നത്. ചന്ദ്രനോട് മാത്രം, ചന്ദ്രനോട് മാത്രം. അല്ല ഞാൻ സ്പെഷ്യൽ സിനാറിയോ എടുത്തോളാം. അത് ചന്ദ്രനോട് മാത്രം. ഞാൻ ഇപ്പോഴും പറയാം, അതിൽ വേറെ ഗ്യാങ്ങിന് ഇൻവോൾവ് ചെയ്യാൻ പറ്റൂല, ചന്ദ്രനോട് മാത്രം. ഇത് DV അടിച്ചോ. ഓക്കെ, അത് ഞാൻ ചന്ദ്രന്റെ അടുത്ത് പറയാം, അത് ചന്ദ്രനോട് മാത്രം. അല്ല എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, പീഡിക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ കുറച്ച് സിറ്റുവേഷൻ എടുക്കും, അത്രേ ഉള്ളൂ. ഞാൻ ചന്ദ്രന്റെ അടുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ചന്ദ്രനോട് മാത്രം. ഞാൻ ഇപ്പോഴും പറയുന്നു. അതിന് ഞാൻ ഒറ്റയ്ക്ക് 10 പിടിയെ കൊല്ലാൻ പറ്റുമെങ്കിൽ ഞാൻ കൊന്നിട്ട് വണ്ടി എടുക്കാം. എടാ കൊല്ലുന്ന കാര്യം അല്ലല്ലോ ചന്ദ്ര, വേറെ എന്തൊക്കെ വഴി കിടക്കും. നീ കൊല്ലാതെ ഇന്നേ വരെ വണ്ടി അടിച്ചു മാറ്റിട്ടില്ലേ ചന്ദ്ര? അതിന്റെ പറഞ്ഞേ പീഡി അങ്ങനെ എന്റെ അടുത്ത് പറയുമ്പോ സ്വാഭാവികമായിട്ട് ഒരു വണ്ടി എന്റെ കിട്ടുമ്പോഴത്തേക്ക് ഞാനത് കീപ്പ് ചെയ്യുന്നുള്ളതാണ് ആ ഒരു ഇതിൽ പോവേണ്ടത്. ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യും. എടാ ആടെ നീ വന്ന കള്ളന്മാർക്ക് ഇത് ചെയ്യാൻ ഒക്കത്തില്ല. എന്തിനു നമുക്ക് അല്ലേ ചന്ദ്രു അങ്ങനെ എന്തെങ്കിലും ഒരു സ്കീം ഫോട്ടോ ഇത് ആരുടെ വണ്ടിയാ? ഇത് മെയിൻ പീഡിയാണോ? ഇത് മെയിൻ വണ്ടിയാണ്. ഇത് മെയിൻ വണ്ടിയാണ്. എടാ ഒന്നുകൂടി പെട്രോൾ ഒഴിക്കാം. ഒന്നുകൂടി പെട്രോൾ ഒഴിക്കാം. അതിന് നല്ല ആർമറായി, നല്ല ആർമറ. അടുത്ത വാറില് പുതിയ എയർ കൊണ്ട് പോകാൻ പറ്റും. ഇപ്പൊ കത്തിക്കില്ല. എടാ ഫോട്ടോ എടുക്കോ? ഫോട്ടോ ഇത് പീഡി വണ്ടി. ബുള്ളറ്റ് തീർക്കല്ലേ, ഞാൻ DV അടിച്ച് കളഞ്ഞോളാം. എടാ ഫോട്ടോ എടുത്താടാ, ഫോട്ടോ എടുത്താ. ഇതിന്റെ ആർമർ ഫുള്ള് ഞാൻ കേറി നോക്കി. എഞ്ചിൻ ആർമറൊക്കെ ഫുള്ള്. അതൊക്കെ ശരിയാണ്. ഈ വണ്ടിയൊന്നും ശരിയാക്കണേ. വണ്ടിയൊക്കെ ഇങ്ങനെയൊക്കെ ഇത്ര ഒപ്പിയാക്കാൻ പറ്റില്ല കേട്ടോ വണ്ടിയൊന്നും. അത് തന്നെ നമ്മള് 4 പെട്രോൾ ക്യാൻ ഒഴിച്ച് കത്തിച്ചു. 4 പെട്രോൾ ക്യാൻ ഒഴിച്ച് കത്തിച്ചു. എടാ നിങ്ങളെ വണ്ടി കത്തിച്ചാലും കത്തൂല്ല. കറക്റ്റ് അതിന്റെ ഓയിൽ ഇത് ഫ്യൂൽ നോട്ടിൽ അടിക്കാൻ പറ. ചുമ്മാ പടപട അടിക്കണേണ്. അല്ല ഇത് വണ്ടി ഫുള്ള് നിന്ന് കത്തിയിട്ടാ കാണുക. ആർമർ 0. അത് നമുക്ക് രണ്ടാമത് നോക്കാം. ഇപ്പൊ ചന്ദ്രനടിഞ്ഞ ചന്ദ്രൻ കേൾക്കുന്നുണ്ടോ? ഇപ്പം നിനക്ക് അവരുടെ ഭരചന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ്. നീ അത് പുറത്ത് അതിന്റെ POV എനിക്കൊന്ന് അയച്ചു. സർക്കാരുടെ അടുത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അവനും ഞാൻ പറഞ്ഞ ഒരേ കാര്യമാണ്. ഞാൻ അവന് രണ്ടുപേരും ഉള്ളതാണ്. ശരി, അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഇപ്പൊ ഈ വണ്ടി ഞാൻ DV അടിച്ച് കളയാം. ഇതിനാ വെറുതെ ബുള്ളറ്റ് കളയണത്. കാണിച്ചു തരാൻ പറ്റുമോ? അതൊരു ആംഗിൾ ഉണ്ടാ. അത് അവിടെ പൊട്ടത്തോളൂ.
ഇപ്പോഴാണ് റേഡിയോ ഇട്ടത്. ടയറൊന്നും പൊട്ടുന്നില്ല ഈ വണ്ടിന്റെ. വണ്ടി ഓടിച്ചത് അടങ്ങിയത് പൊട്ടത്തോളൂ, നിർത്തി കിടന്ന് പൊട്ടുന്നില്ല. ഈ വണ്ടിന്റെ ആർമർ ഞാനൊന്ന് നോക്കട്ടെ. വെയിറ്റ് വണ്ടിയാടാ വാല വണ്ടിയാ എടാ ഇനി നമ്മളെ വണ്ടി ഒന്ന് പിടിക്കാൻ അതിലെ 8 പേർക്ക് കയറാൻ പറ്റാ വണ്ടിയിൽ. നമ്മളെ വണ്ടി ഒന്ന് പിടിച്ചേ. 4 പേർക്ക് അകത്തും മറ്റേ എന്റെ കയറ്റി പോലെ 4 പേർക്ക് പുറത്ത്. 405 കയറാൻ കേട്ടോ റേഡിയോ. നമ്മൾ കയറാൻ പറഞ്ഞ എല്ലാരും ആ പറഞ്ഞു. എടാ ഇത് വിട്. നിങ്ങൾ ഗൺ ഡ്യൂറബിലിറ്റി 405 റേഡിയോ കറ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വണ്ടി ഇല്ലേ ഗ്യാങ് വണ്ടി, അത് സർവീസ്ഡ് അല്ല. 405. ഹലോ കേൾക്കാവോ പറഞ്ഞോ. നിങ്ങൾ നമ്മളായിട്ട് സിറ്റുവേഷൻ നമ്മുടെ കുറച്ച് ഡൗൺ ആക്കില്ല. അപ്പൊ നമുക്ക് ഇത് പ്രീവാറായിട്ട് കണ്ടിന്യൂ ചെയ്യണം പറയാൻ വേണ്ടി വിളിച്ചാ. പ്രീവാറായിട്ട് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ ഒരു 10 മിനിറ്റ് ഞങ്ങള് ലൊക്കേഷൻ നിങ്ങൾ റെഡി ആക്കാം. ഓക്കെ സെറ്റ്. എടാ ഇറങ്ങിക്കോ. അളി നമ്മൾ 22 പേരുന്നുണ്ടായിരുന്നല്ലോ എല്ലാരും കൂടെ. പിന്നെ ഗൺ ഡ്യൂറബിലിറ്റി നോക്കാം എല്ലാരും. ഗണ്ണിന്റെ ഡ്യൂറബിലിറ്റി നോക്കാം. എടാ ഞാൻ ചെയ്യട്ടെ, എന്റെ ഡ്യൂറബിലിറ്റി തീർന്നു അവിടെ വെച്ചുള്ള ഫയറില്. എന്തിനാ സിറ്റുവേഷൻ നീല 100 വിളിച്ച 100 സ്പീക്കർ ഇട്ട 100 വിളിച്ചിട്ട്. എടാ 10 മിനിറ്റ് അമ്മ വിളിക്കാന്നാ പറഞ്ഞേട്ടാ. റെഡി ആണേന്ന്. നമ്മള് 19 വരെ ഉള്ളു ഇപ്പൊ. ഗ്യാങ് ഡ്രസ് മാറ്റിക്കണോ? എടാ വണ്ടി റിപ്പയർ ചെയ്യാൻ വിളിക്കട്ടെ, വണ്ടി സർവീസ് ചെയ്യാൻ വിളിക്കട്ടെ. ചാർജ് ഇല്ല കേട്ടോ എന്റെ ഫോൺ. എടാ ചാർജുള്ള ഫോണിൽ 100 വിളിച്ചിട്ട് സ്പീക്കർ ഇട്ട. സ്വിച്ച് ഓഫ് ആണോ? വിളിച്ച് കിട്ടാത്തടാ അത്. എടാ ഫോട്ടോ എടുത്താടാ വണ്ടി കത്തണേ. വീഡിയോ എടുത്ത് ഇത് എടാ ഇതാരാ പീഡിയോ എടുത്തിട്ട് പോണേ? എലക്ഷൻ എടുക്കണം. വെയിറ്റ് എടാ എനിക്കൊരു ഫോട്ടോ എടുത്തിട്ട് എലക്ഷൻ ഫോട്ടോ എടുത്ത അഡ്മിനെ ഡി അടിക്കല്ലേ. അഡ്മിനെ ഡി അടിക്കല്ലേ. ലീൻ അടിച്ചിട്ട് എടുക്കാം. ഹലോ ചന്ദ്രന്റെ എടുക്കണം കേട്ടാ. 10 മിനിറ്റിനകത്ത് റെഡി ആവുന്ന പറഞ്ഞ നമ്മളെ ആൾക്കാരും സെറ്റ് ആക്കണേ. എടാ വെസ്റ്റ് ഇടുന്നുണ്ടോ? ഡ്രസ് ഒരു പ്രശ്നമില്ല, ഒരു കൺഫ്യൂഷൻ ഇല്ല. ഡസ്റ്റോടെ പോയി പോയാ ഞാൻ പറയട്ടെ, എല്ലാ വണ്ടിയും ഒന്ന് സേവ് ചെയ്യണേ. കളഞ്ഞില്ലേ? ഒരു ഫോട്ടോ എടുക്കട്ടെ. എടുത്തില്ലേ ഞാൻ കളയാണ്. കളഞ്ഞു. ഗ്യാങ് വണ്ടിയുടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഒറ്റ ഫോട്ടോ അടിച്ചു. എടുത്തോളാം. ഞാൻ എടുത്തോളാം. 1-ന് 10 ആയിട്ട് ഞാൻ എടുക്കും. ഇല്ല വിടൂല. ഇത് നാളെ പീഡിയുള്ള സിറ്റുവേഷൻ ആണ്. എനിക്ക് ആർപ്പി ഉണ്ട് പിന്നെ സിറ്റിയില്. എടാ അങ്ങനെയല്ല, 1-ന് 10 ഇതെന്തിരി ഇത് പ്രശ്നമുണ്ടോ? ഇത് SR വണ്ടി നമ്മുടെ സിറ്റുവേഷൻ ഇനിഷ്യൽ കഴിഞ്ഞ വണ്ടി ലിഫ്റ്റ് തരുമോ?
ഓക്കെ ഇറക്കിയോ